सर्पराजाय विद्महे पद्महस्ताय धीमहि तन्नो वासुकिः प्रचोदयात्। ॐ सर्पराजाय विद्महे पद्महस्ताय धीमहि। ओम श्री आदिपराशक्त्यै नमः। ओम श्री नागराजाय नमः। This is the famous Varayal Sri Kurukilal Varadayini Devi Nagaraja Nagiyakshi temple. The famous temple is located in Wayanad in the state of Kerala. Varayal Varadayini temple is one of the most sacred shrines dedicated to goddess Sati Devi and her entourages. പത്ത് 40 വർഷമായി ഞങ്ങൾ ക്ഷേത്രം പണി തുടങ്ങിയിട്ട് അല്ലേ. 40 വർഷമായി ക്ഷേത്രം അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിന്റെ ദീർഘായുസ് ആർക്കും പറയാൻ പറ്റുന്ന രീതിയാണ്. ഞങ്ങൾ ഈ ക്ഷേത്രം തുടങ്ങിയിട്ട് 40 വർഷമായി. ഇതിന് ശേഷമാണ് ക്ഷേത്രം ആദ്യം ഞങ്ങൾ തുടങ്ങി വരുന്ന വീടാണ്, മരം അറുത്ത് മരം കൊണ്ടാണ് ആദ്യത്തെ പണി. പിന്നെയാണ് പിന്നെ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ പണിപ്പയ്യൂരിൽ വന്നിട്ട് വൃത്തിയെടുത്തിട്ടാണ് ഇപ്പോൾ ക്ഷേത്രം ഭാരത്ത് പൂർത്തിയാക്കിയത്. അത് ക്ഷേത്രം ഭാരതത്തിന് ശേഷം മരക്കേരി ദേവനാണ് ആ ഭഗവതിയായി ക്ഷേത്രത്തിൽ കുടിയിരുത്തിയിരിക്കുന്നത്. വരയാൽ കുരിക്കിലാൽ വരദായനി ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനം എന്ന് വെച്ചാൽ വളരെ പഴക്കം ചെന്ന ഒരു ക്ഷേത്രമാണ്. ഇവിടെ ദുർഗാ ഭഗവതി, മഹാലക്ഷ്മി, ഭദ്രകാളി രൂപത്തിൽ ത്രിമൂർത്തി സങ്കല്പമായുള്ളൊരു പ്രതിഷ്ഠയാണ്. അതിനോടനുബന്ധിച്ച് നാഗങ്ങളുണ്ട്, ഗണപതിയുണ്ട്, മലക്കാരി മുതലായ ദൈവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഏതെങ്കിലും പ്രാധാന്യം നാഗക്ഷേത്രവും വന്നിട്ടുണ്ട്. വിവാഹ സംബന്ധമായ തടസ്സങ്ങളും സന്താന സംബന്ധമായ തടസ്സങ്ങളും മറ്റുള്ള ദോഷപരമായ രാഹുവിൻ്റെ ദോഷങ്ങൾ, കാളസർപ്പയോഗം എന്ന വഴിപാടുകളൊക്കെ ചെയ്യുന്ന ഏകക്ഷേത്രമാണ് വരയാൽ കുരിക്കിലാൽ വരദായിനി നാഗക്ഷേത്രം. ധാരാളം ആളുകൾ പല ഭാഗത്തു നിന്നും വന്ന് അവർക്ക് അതിൻ്റെ പല സിദ്ധി കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. സന്താനഭാഗ്യത്തിനായി ഉരുളികമത്തൽ വഴിപാടും ഇവിടെ നടക്കുന്നുണ്ട്. എല്ലാവർക്കും അതിൻ്റെതായ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടിക്കൊണ്ടേയിരിക്കുന്ന ഒരു മഹാക്ഷേത്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. The temple is also dedicated to the serpent god. A Swayambhu Naga Maniput can be seen in front of the temple. A rare consecration of the divine power and the Nagas. The temple is named Varadayani Temple because of the presence of Mangalya Varadayani.
ഞാൻ ഈ ക്ഷേത്രത്തിൽ വന്നിട്ട് ഒരുപാട് വർഷങ്ങളായി. എൻ്റെ 2 മക്കളും വിധവകളായും ആ മക്കളൊക്കെ വേർതിരിഞ്ഞ് പോയി, ഒറ്റപ്പെട്ടു പോയതിന് ശേഷമാണ് ഞാൻ ക്ഷേത്രത്തിൽ വരാൻ തുടങ്ങിയത്. ക്ഷേത്രത്തിൽ വന്നതിന് ശേഷം ഒരുവിധം എനിക്ക് സമാധാനവും ശാന്തിയും ലഭിച്ച് ഈ ക്ഷേത്രത്തോടു കൂടി നിന്നുകൊണ്ട്. അല്ലെങ്കിൽ ഞാൻ വളരെ കഷ്ടപ്പെട്ടു പോകുകയാണ്. ഇവിടെ കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു പോവുകയാണ്. അതുപോലെ പലർക്കും പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇവർ ആര് തന്നെയാണെങ്കിലും വഴിപാടും കഴിച്ചിട്ട് ഇവിടെ വന്നിട്ട് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നേടുകയും അവർ അതിനെ രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. രോഗികളായിട്ട് വന്നവരും രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. മക്കളില്ലാതെ വന്നിട്ടും നാങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു. അതും ഫലമാണ്. ഒരുപാട് കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് ചോറ് കൊടുക്കുകയും ഇവിടെ ഉരുളി കഴുത്തി മക്കളുണ്ടാവുകയും ചെയ്തു. ഇവിടെ വന്ന് അവർക്ക് ചോറ് കൊടുക്കും, കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ചോറ് കൊടുക്കുകയും ചെയ്തിട്ട് തിരിച്ചു പോയിട്ടുള്ളൂ. ഇവിടെ എന്ന് വെച്ചാൽ ഭയങ്കരം ഒരു ദൈവത്തിൻ്റെ ശക്തിയും ഇതെല്ലാം ഉള്ളതാണ്. എൻ്റെ മോനെ ഇങ്ങനെ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ കാണാതെ പോയിട്ട് 12 വയസ്സിൽ പോയി. ഞാൻ അന്ന് മുതൽക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് 26ാമത്തെ വയസ്സിൽ അവൻ തിരിച്ചു വന്ന് അവൻ കല്യാണം കഴിച്ചു. 8 കൊല്ലം മക്കളില്ലാണ്ട്. അപ്പോഴും ഞാൻ ഈ ദേവീൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. ഇപ്പോൾ അവന് ഒരാൺകുട്ടിയുണ്ട്, 6 വയസ്സായി. ഇപ്പോൾ ഒരുവിധം സമാധാനത്തിൽ പോകുന്നു. അതിൻ്റെ ശേഷം ഈ അമ്പലം പൊളിച്ചു പണിത് അന്ന് മുതൽക്ക് ഞാൻ ഇവിടെ സേവനം ചെയ്ത് വരും. The temple is also home to several deities such as Ganapati, Muttappan, Malankara, Puvani Teyyam, Puranalan Devan, Veerabhadra and Sri Bhadrakali. The goddess of the temple is Shakti Swarupini Mangalya Varadayini, who blesses her devotees with Mangalya Sayujyam, Putra Vardhanam and all other blessings as their devotees pray for. The idol of deity is worshipped in the form of Sri Parvati and Sri Bhadrakali. Devotees throng to the temple every day for the blessings of their mother. It is a famous legend there that even the most long unmarried people get married after the blessings of the goddess by offering Ashtamangalya Homam.
ഇന്ന മതമെന്നൊന്നുമില്ല. പല ആൾക്കാരും ഇവിടെ വന്ന് അവർക്ക് വേണ്ടുന്നതൊക്കെ അവർ ചെയ്തിട്ട് അവരുടെ കാര്യസാധ്യത കണ്ട് അവർ പിന്നെയും വരികയും ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ അകലെ നിന്ന് ആൾക്കാർ കൂടുതലായും വന്നുകൊണ്ടിരിക്കുന്നത് കോട്ടയം, കൊല്ലം, തിരുവനന്തപുരം ഭാഗത്തുനിന്ന്. ഇവിടെ നാഗമാണ് കൂടുതലും. നാഗത്തിൻ്റെ ഇതാണ് ഇവിടെ. കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളാവുക, വിവാഹങ്ങൾ നടക്കാത്തവർക്ക് മഞ്ഞൾപ്പുറം നിറച്ചിട്ട് അവർ വിവാഹം നടക്കുക. അത് കഴിയുമ്പോൾ അവരിവിടെ വന്ന് വേണ്ടുന്ന വഴിപാടുകൾ ചെയ്യുക. അതൊക്കെ ഇവിടുത്തെ വഴിപാടുകൾ. The temple is most famous for its Sarpayaga Homam, which is done to remove the curse Sarpadosha, which can run through generations of the same family if not aware of and do the Homam. The curse will be cause someone in the family unable to conceive child. It's only after the Sarpayaga Homam they will be able to give birth to a child. The enormity of people who do the Sarpayaga Homam validates its effectivity to the success of childbearing. ധ്യാനമായിട്ട് ചെയ്യേണ്ടതാണ്. മനുഷ്യന് ഈ സർപ്പങ്ങളെ കൊണ്ട് സർപ്പദോഷം കൊണ്ട് വരുന്നത് സന്താനഹാനി, ആരോഗ്യക്കുറവ്, നേത്രരോഗങ്ങൾ, ത്വഗ് രോഗങ്ങൾ, കുഷ്ഠം മുതലായ 18 രീതിയിലുള്ള കുഷ്ഠരോഗങ്ങൾ, ഇതെല്ലാം ഈ സർപ്പദോഷങ്ങളെ കൊണ്ട് വരുന്നതാണ്. അതിന് പരിഹാരമായിട്ട് വേദങ്ങളിൽ വിളിച്ചിരിക്കുന്നത് നമുക്ക് മന്ത്രയന്ത്ര ഔഷധം, മന്ത്രങ്ങളും സർപ്പപൂജകളും ഔഷധങ്ങളും കൊണ്ടാണ് യോഗശാന്തി പറയുന്നത്. ഈ സർപ്പ ആരാധന മനുഷ്യന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഇതാണ്. After the Sarpayaga Homam, the offeree will receive sacrificed ghee from the priest, which he or she has to consume in the next 3 days. If the couple is successful with pregnancy, they should return to the temple within 6 months of pregnancy and serve everybody in the temple with food for a time. After this, one will be free of Sarpadosha forever. The temple also has the tradition to receive mustard in bronze plates as an offering for financial prosperity of the devotees. The bronze plate for financial fortune and the mustard is for adversaries. The medieval pujas are performed in the Malamkari temple and evoke all kinds of evil. There is a custom
that the devotees who's been on Dakshayaga at Kottayur temple should visit Varayal temple while return. The Pongala dedication started 4 years ago, and nowadays many devotees comes to offer the Pongala every day. കഴിഞ്ഞ കൊല്ലം ഞാൻ ഇതേപോലെ ഇവിടെ വന്ന് പൊങ്കാലിട്ട് അന്നേരം ഞാൻ പ്രാർത്ഥിച്ച് ഇക്കൊല്ലം ഇവിടെ വന്നിട്ട് എൻ്റെ മോനെ ഒരു കല്യാണക്കാരി ഒത്തു വന്ന് അതുകൊണ്ട് ഇവിടെ വന്ന് ഇക്കൊല്ലം ഇടാൻ പറഞ്ഞ് ഞാൻ നേർച്ച ഇട്ട് അതുകൊണ്ട് ഇട്ടു. എൻ്റെ മോക്ക് കുട്ടിയില്ല, ഞാൻ 6 വർഷമായി കുഞ്ഞിന് കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളുണ്ടായില്ല. എന്നിട്ട് കഴിഞ്ഞ വർഷമാണ് ഉണ്ടായത്, ഒരു കുട്ടി ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് ആ കൊല്ലം ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അന്നേരം ഞാൻ ഇവിടെ പ്രാർത്ഥിച്ച് അന്നേരം ഞാൻ പറഞ്ഞ അടുത്ത കൊല്ലം ഞാനിവിടെ വന്ന് പൊങ്കാലിടണമെങ്കിൽ എൻ്റെ മോനൊരു പെൺകുട്ടീനെ കിട്ടണം. അതേ സാധിച്ച് ഇനി അടുത്ത മാസം പിന്നെ ഏപ്രിൽ 16-നാണ് കല്യാണം. ഞാൻ ഈ അമ്പലത്തിൽ വന്നു. എനിക്ക് തീരെ സുഖമില്ലാണ്ടായിരുന്നു, ഞാൻ കിടപ്പിലായി പോയായിരുന്നു. അപ്പോൾ അങ്ങനെ കിടപ്പിലായിട്ട് തീരെ കിടപ്പായി ഡോക്ടർ പറഞ്ഞു എഴുന്നേറ്റ് നടക്കില്ല, തീരെ വയ്യാണ്ടായി പോയി, മക്കൾ വീട്ടിൽ കൊണ്ടുപോയാൽ മതി, വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കൊടുത്ത് നോക്കാൻ മതി, എഴുന്നേറ്റ് നടക്കില്ല എന്നൊക്കെ ഡോക്ടർ പറഞ്ഞതാണ് എന്നോട്. ഞാൻ എന്നിട്ട് അമ്മയുടെ അടുത്ത് വന്ന് ഇവിടെ വന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ച് മെല്ലെ മെല്ലെ വന്ന് ഇപ്പോൾ എനിക്ക് സുഖമായിട്ട് അമ്മയുടെ അടുത്ത് വരാനും പ്രാർത്ഥിക്കാനും അമ്മയുടെ അനുഗ്രഹം എനിക്കുണ്ടായി. അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ അമ്മയുടെ അടുത്ത് വരികയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നു. പിന്നെ എൻ്റെ മൂന്ന് സുഖമില്ലാത്തൊരു ബുദ്ധിമുട്ടുള്ളത് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് സുഖമായി തരൂ. എൻ്റെ അമ്മയ്ക്കും എൻ്റെ അച്ഛനും എല്ലാവർക്കും ഈ നാട്ടിലും എല്ലാ ജീവജാലങ്ങൾക്കും ഐശ്വര്യമായി തന്ന ഒരു അമ്മ ഞങ്ങൾക്ക് ജീവന് തുല്യമായിട്ട് സ്നേഹിക്കാനുള്ളൊരു വഴിയൊരുക്കി തന്നു. ഇപ്പോഴും എന്നും ഞാൻ കടപ്പെട്ടിരിക്കും. Currently, the prayer will be held on Sundays and the first day of the Malayalam month. Many people flocks to the temple to visit the goddess. The temple is located in a place called Parathotam in Mananthavadi Periya village in Wayanad district of Kerala. The temple can be seen while travelling along the Kannur-Taliseri highway. Devotees who come to the temple, please call 9496809071 or 9544207305.